രാജ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1807 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുവാനായി നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ നിത്യ PS ആണ്. ഡോക്ടർ നിത്യ PSന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നിത്യ PSനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. ഡോക്ടറെ കാണുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല നല്ല ക്ലാസ്സുകളാണ് ഡോക്ടർ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ MA സൈക്കോളജി കൂടാതെ കൗൺസിലിംഗിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ ഇന്ന് എടുക്കുന്നത്. എന്താണ് ഇന്നത്തെ വിഷയം? ഒരു കേസ്, ഡോക്ടറുടെ കേസുകളുടെ പ്രസന്റേഷനാണ്. നിത്യ ഡോക്ടറോടൊപ്പം എന്നുള്ള പരിപാടിയിൽ കേസ് പ്രസന്റേഷനാണ് ഡോക്ടർ നടത്തുന്നത്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഡോക്ടർ എല്ലാവർക്കും വേണ്ടി നിത്യ ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടറെ തുടങ്ങാം. അൺമ്യൂട്ട് ചെയ്തില്ല. നിത്യ ഡോക്ടറെ ഞാൻ കോഹോസ്റ്റ് ആക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത് കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ 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 അപ്പോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. എല്ലാവരും ഇങ്ങനെ എന്താണ് നേരത്തെ എടുത്ത സാറൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇന്നത്തെ ഒരു കേസ് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കേസ് ആയതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ 18ാം സെഞ്ചുറിയിൽ ഈ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കുകയും ഒരു ശാസ്ത്രം കണ്ടുപിടിക്കുകയും ആ ശാസ്ത്രത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു മരുന്ന് ഇത്രയും ആപ്റ്റ് ആയിട്ട് ഒരു പേഴ്സണ് ഫിറ്റായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു അത്ഭുതം. അപ്പം അത് എന്തോ ഒരു ആരാധനയാണെന്ന് ശരിക്കും സാമൂൽ ഹനുമാൻ എന്ന് പറയുന്ന മനുഷ്യനോട് നമുക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്ന മരുന്ന് കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്തിരിക്കുന്നതും സാമൂൽ ഹനുമാൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് തോന്നുന്ന ഒരു ബഹുമാനവും ആരാധനയൊക്കെ കൂടെയാണ് എനിക്ക് ഇതിനകത്ത് പങ്കുവെക്കാനുള്ളത്. കാരണം നമുക്ക് ചിലപ്പോൾ ഈ ഫാമിലീസിനകത്ത് നമ്മളെ ഈ സൈക്കോളജിയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. ഓരോ ഇമോഷൻസിനും നമുക്ക് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് മെഡിസിൻ ഇരിപ്പുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് എന്തോ പറയുന്നത് എത്രയോ ദൂരങ്ങളിൽ നിന്നുകൊണ്ട് ആരോ അതിൽ കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ അതിനകത്ത് നമുക്ക് ഒരുപാട് എഫേർട്ട് ഇങ്ങനെ കൊടുത്ത് നമ്മൾ അതിന്റെ പുറകെ നടന്നാൽ മാത്രമേ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ആ മെഡിസിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വണ്ടർഫുൾ എഫക്റ്റ് ആണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും കഥ പറയുന്നു എല്ലാവരും പറയാറുള്ളത്. ഞാൻ കഥകളുമായിട്ട് എത്താറുണ്ട്. ഇത് ഒരു കഥ തന്നെയാണ്. കഥയെന്ന് പറഞ്ഞാല് ഒരു ലേഡിയെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പോസ്റ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ പുള്ളിയുടെ വൈഫിനെ ഡോക്ടറെ ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവരണം. ഒത്തിരി സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോയി, കിംസിൽ കൊണ്ടുപോയി, അങ്ങനെ കുറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോ ഈ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഫ് ഭയങ്കര വയലന്റ് ആണ്. വയലന്റ് എന്ന് പറഞ്ഞാല് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിക്കാരത്തി ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് ശരിക്കും കോഴിക്കോടുകാരാണ്, മുസ്ലിം ഫാമിലിയാണ്. അപ്പൊ കോഴിക്കോട് നിന്ന് പുള്ളി ഇത്രയും വലിയൊരു ഫേമിന്റെ എന്താ പറയുന്നത് GM പോസ്റ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളി ഇങ്ങനെ കോഴിക്കോട് അവർക്ക് വീടും ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോഴത്തേക്കും ഇവര് 2 ആൺമക്കളാണ്. അതിൽ മൂത്ത പയ്യൻ SRGM അങ്ങനെ ഏതോ തമിഴ്നാട് ഏതോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് SRM കോളേജിൽ പഠിച്ചു. BTechും MTechും ഒക്കെ കഴിഞ്ഞു. ഇളയൊരു കുട്ടിയുണ്ട്, അത് KV പാങ്ങോട് പഠിക്കുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഇവരുടെ ഇത് പറയുന്നത്. അപ്പം പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവര് വയലന്റ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടറെ എപ്പോഴും വയലന്റ് ആണ്, പിന്നെ എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. ഷീ ഈസ് നോട്ട്
ഒരു കണ്ടന്റഡ് ഫീലിംഗ് അവർക്ക് ഒരിക്കലും വരുന്നില്ല എന്നുള്ളതാണ് ഹസ്ബൻഡ് പറയുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുറത്ത് എല്ലാത്തിനും പുള്ളി തയ്യാറാണ്. എത്ര രൂപ വേണമെങ്കിലും ഷോപ്പിങ്ങിന് കൊടുക്കാൻ തയ്യാറാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ തയ്യാറാണ്. സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് തയ്യാറാണ്. പുള്ളിക്കാരത്തി ഡ്രൈവ് ഒക്കെ ചെയ്യും. അപ്പൊ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ. ഫ്രണ്ട്സിലൂടെ പോകണമെങ്കിൽ ഫ്രണ്ട്സിലൂടെ പോയിക്കോ. എവറിത്തിങ് ഹീസ് ഓക്കെ വിത്ത് ദ ലേഡി. പക്ഷെ ലേഡി ഭയങ്കര വയലന്റ് ആണ്. അപ്പൊ ഇതെന്താ ഇതിന്റെ പ്രശ്നമെന്ന് ചോദിക്കുക. എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിച്ചപ്പോ ഇവര് പെട്ടെന്ന് എന്നോട് പറഞ്ഞു വെച്ചാൽ, ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് ഇപ്പൊ ഇവര് ഫസ്റ്റ് സംസാരിക്കുമ്പോഴേ ഇവരിങ്ങനെ പറയുന്ന വെച്ചാൽ, ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങേര് ഭയങ്കര വുമണൈസർ ആണ്. ഇങ്ങനെ പെണ്ണുങ്ങളോട് ഇങ്ങേർക്ക് ഭയങ്കര പെണ്ണുങ്ങളെ കണ്ടാൽ ഇങ്ങനെ ഇത്രയെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ അതിന്റെ പുറകെ പോകും. ഇങ്ങേർക്ക് കുറെ കണക്ഷൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ ഓർത്ത് വെദർ ഷീ സസ്പീഷ്യസ്, സംശയരോഗി ആയിരിക്കുമോ എന്നായിരിക്കുമല്ലോ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഒരു പെട്ടെന്നൊരു ഇത്രയും ഇങ്ങനെ ഒരു പൊസിഷൻ ഇരിക്കുന്ന ഒരു പേഴ്സണെ പറ്റി അയാളോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ട് തോന്നുന്നുമില്ല. അപ്പൊ ഇനി എന്താ ഇതിന്റെ പ്രശ്നം എന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് നോക്കി നോക്കി വന്നപ്പം ഈ പുള്ളിക്കാരത്തിയുടെ കാര്യം പറഞ്ഞു. പുള്ളിക്കാരത്തിയുടെ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പറ്റാറുള്ള വലിയൊരു ഡിഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തേലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും കോൺഷ്യസ് മൈൻഡിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ പ്രസന്റ് സിറ്റുവേഷനിലുള്ള പ്രസന്റിങ് സിംറ്റം വെച്ചിട്ട് നമ്മൾ സൈക്കോളജിക്കൽ കേസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്താൽ മിക്കവാറും എന്റെ അനുഭവത്തിൽ ഫ്ലോപ്പ് ആകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് വലിയൊരു എന്താ പറയുന്ന ഒരു ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്ന സിംറ്റം. ചിലപ്പോൾ അത് സ്ട്രൈക്കിംഗ് സിംറ്റം ആയിരിക്കും. പക്ഷെ അതാണ് ഇപ്പൊ നമ്മൾ എന്താണ് അൺകോമൺ പെക്കൂലിയർ സിംറ്റം അതാണെന്ന് കരുതിക്കൊണ്ട് നമ്മളൊരു മെഡിസിനിലോട്ട് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മെഡിസിൻ ഫ്ലോപ്പ് ആവും, ഉറപ്പാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഡീപ്പായിട്ട് ആ പേഴ്സന്റെ അകത്തോട്ട് കാരണം നമ്മൾ എപ്പോഴും അതിനു മുമ്പ് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്ത് ഈ പോളിക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. പോളിക്രസ്റ്റ് എന്താണ്? പോളിക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ എന്താന്ന് വെച്ചാൽ ലെയർ ബൈ ലെയർ എന്നാണ്. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള ഒരു സിംറ്റം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊരു മെഡിസിൻ കൊടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ഈ പേഴ്സ് തുറക്കുന്ന പോലെ അകത്തോട്ട് പേഷ്യന്റ് അകത്തോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അത് ഒരു ഓപ്പണിംഗ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ആയിട്ട് അടുത്ത ലേയേഴ്സ് ഓപ്പണായി വരും. ഈ ഫസ്റ്റ് ലെയർ ഓപ്പൺ ആക്കാനായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ, കേസ് ടേക്കിങ്ങിനകത്ത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓപ്പോസിറ്റ് സെക്സിനായിരിക്കും കേസ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പം. ഇപ്പൊ ഒരു മെയിലിന്റെ കേസ് മെയിൽ കൂടുതലായിട്ടും പെട്ടെന്നൊരു ഫീമെയിൽ ഡോക്ടറെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ ഒരു ഫീമെയിൽ ഡോക്ടറെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു വിമനാ കൂടെ വരുന്നെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൂടെ വരുന്ന പാർട്ണറുമായിട്ട് ഭയങ്കര കമ്പനി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കേസ് ടേക്കിംഗ് കറക്റ്റ് ആയിട്ട് സക്സസ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഈ ലേഡി വന്ന് എന്നോട് പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഡോക്ടറെ ഇനി ഡോക്ടറെ അടുത്ത് ഇങ്ങനെ കുറെ അസുഖമാണെന്നും പറഞ്ഞ് ഡോക്ടറെ കാണാൻ വരും. പക്ഷെ ഡോക്ടർ അടുപ്പിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു വിട്ടേക്കണം, വലുതായിട്ട് അടുപ്പിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ മഹാ അഴുക്കയാണ്. ഇങ്ങേർക്ക് ഒരു പെണ്ണുങ്ങളുടെ പടം കണ്ടാൽ മതി, വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടാൽ തന്നെ ഇങ്ങനെ പിന്നെ അത് ഉപയോഗിച്ചിട്ട് അയാൾ പല സെക്ഷൽ പെർവേർഷൻസും കാണിക്കാറുണ്ട്, മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ കുറെ കംപ്ലൈന്റ് അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, കുറെ ഇങ്ങനെ കേസ് എടുത്ത് വന്നപ്പോ ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നമുക്ക് ഇങ്ങനത്തെ കേസിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പാസ്റ്റ് ഹിസ്റ്ററി അങ്ങ് അറ്റം വരെ എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാൻ പറ്റണം. പക്ഷെ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം തുടക്കത്തിലൊന്നും ഇവർ ഒട്ടും ഓപ്പൺ അപ്പ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ വശം നിന്ന് സംസാരിച്ച് അവർക്ക് വിശ്വാസമാവും നമ്മൾ അവരുടെ ആളാണ് എന്ന്. അപ്പൊ എന്നോട് ഇങ്ങനെ ഹസ്ബൻഡിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, ഹസ്ബൻഡിന്റെ കേസ് അപ്പൊ എന്റെ ഡോക്ടർ എന്റെ അടുത്ത് ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു, പിന്നെ അൾസറിന് മെഡിസിൻ ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറയോ വേണ്ട, പുള്ളി എങ്ങോട്ട് വിടണ്ട, എനിക്ക് താല്പര്യമില്ല പുള്ളിയെ ട്രീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോഴേ അവർ ഭയങ്കര ഹാപ്പി ആയി. കാരണം ആ പേഷ്യന്റിനെ ഞാൻ വേണ്ട എന്ന് വെച്ചല്ലോ എന്ന് കണ്ടപ്പോ തന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു വിശ്വാസമൊക്കെ വന്നു. ഓക്കെ ഫൈൻ. എന്നിട്ട് പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ പാസ്റ്റ് കാര്യങ്ങൾ പറയാൻ തുടങ്ങുക. അപ്പൊ ഇവരുടെ ഫാമിലിയിലെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഒരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ, ഇവരുടെ ഫാമിലി ഒരു മുസ്ലിം ഭയങ്കര ഓട്ടോക്രാറ്റിക് ആയിട്ട് ഫാമിലി ജനിച്ച് വന്ന സ്ത്രീയാണ് ഇവര്. പക്ഷെ ഇവര് വെൽ എഡ്യൂക്കേറ്റഡ് ഉണ്ട്. ഇവര് പണ്ട് 2004 ഇവർക്ക് 60,000 റുപ്പീസ് സാലറിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലേഡിയാണ്. ഇവർ MSc മൈക്രോബയോളജി ഒക്കെ എടുത്ത് റാങ്ക് ഒക്കെ എടുത്ത് പാസ്സായ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ ഷീസ് വെരി ഫാറ്റി ഫ്ലാബി, ഭയങ്കര ഒബസ് ഒരു ലേഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നും കർവേച്ചസ് ഒന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ആ ലേഡി പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ ഞാൻ ആ കേസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വന്നപ്പോ ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇവർക്ക്
ഏറ്റവും വൈരാഗ്യം സ്വന്തം അമ്മയോടാണ്. അമ്മയോട് ഇവർക്ക് കൊന്നാലും ദേഷ്യം. ഹസ്ബൻഡും അമ്മയും. ഇത് രണ്ടുമാണ് ഇവരുടെ ഏറ്റവും വലിയ ലോകത്തെ ശത്രുക്കള്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ ഈ ചോദിച്ചപ്പോ ഇവരിങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർക്ക് അറിയാമോ, എനിക്ക് എന്റെ അമ്മ എനിക്ക് ഇഷ്ടമേ അല്ല. അവരാ എന്റെ ജീവിതം തൊലച്ചത്. അവരെന്നെ ഇയാളെ കൊണ്ട് കെട്ടിച്ചു. എന്റെ ജോലി കളയിച്ചു. കല്യാണം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നില്ല. എന്റെ കൂടെയുള്ളവരൊക്കെ ഇപ്പോഴും 3-4 lakhs റുപ്പീസിൽ പേയ്മെന്റിൽ ജോലി ചെയ്യുക. ഐ ലോസ്റ്റ് മൈ ജോബ്. ഐ ലോസ്റ്റ് എവറിത്തിങ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ മദർ. അപ്പം ഇവരുടെ പാസ്റ്റ് ഇങ്ങനെ ചോദിച്ചു വന്നപ്പം ഇവർക്ക് ശരിക്കും ഇവർ ജോയിന്റ് ഫാമിലിയാണ്. ഇവരും ഇവരുടെ മദറിന്റെ സിസ്റ്ററും ഗ്രാൻഡ് പേരൻസും എല്ലാം കൂടെ ഒരു വലിയ കുടുംബത്തിന്റെ ഒരു അംഗമാണ് ഇവര്. അപ്പം ഈ മൂത്ത സിസ്റ്റർ ഫസ്റ്റ് ഡെലിവറി ചെയ്തത് അവരെ ഫസ്റ്റ് കല്യാണം കഴിച്ചു. അവർക്കുണ്ടായത് 2 പെൺകുട്ടികൾ. അപ്പം ദേ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ എ മെയിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബിക്കോസ് അവർ രണ്ടൊരു പെൺകുട്ടികൾ, പിന്നെ ആദ്യത്തെ പെൺകുട്ടിക്ക് ജനിച്ചത് 2 പെൺകുട്ടികൾ, പിന്നെ രണ്ടാമത്തെ ഈ കുട്ടിയുടെ അമ്മ ഫസ്റ്റ് ഡെലിവറി ചെയ്താണ് ഇവരെ. അപ്പോ ഷീസ് ഓൾസോ ഗേൾ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആർക്കും എന്താ പറയുന്ന ഒരു 2 പെൺപിള്ളേർ കഴിഞ്ഞ് മൂന്നാമതൊരു പെണ്ണും കൂടി വരെയാണ്. അപ്പം ആർക്കും അത്ര ഒരു മൈൻഡ് ഇല്ല. 2 പെൺകുട്ടികൾ ഓൾറെഡി കണ്ടു. ഗ്രാൻഡ് പേരൻസ് ഓൾറെഡി 2 പെൺകുട്ടികളെ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ കൺസീവ് ചെയ്തിട്ട് അമ്മയ്ക്ക് രണ്ടാമതായിട്ടൊരു മെയിൽ ബോയിയെ കിട്ടുന്നത്. അപ്പൊ അവരത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ആ കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പറൊക്കെ ചെയ്ത് ഭയങ്കര കൊഞ്ചിച്ച് എല്ലാ പേരും വന്ന് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ എടുത്ത് ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ ആയി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, എന്താ പറയുന്നത്, നമ്മൾ ഈ സാൻഡ്വിച്ച് പോലെ ആയിപ്പോയി ഈ കുട്ടി. 2 പെൺകുട്ടികൾ പിന്നെ ഒരു പെൺകുട്ടി. ഈ കുട്ടി എന്ന് പറയുന്നത് ലീസ്റ്റ് കൺസേൺ ആയിപ്പോയി ഫാമിലിയിൽ എന്നാണ് ഈ കുട്ടി വിശ്വസിക്കുന്നത്. വെദർ ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്, ആ കുട്ടിയുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോ ആ നടുക്കായി പോയത് കൊണ്ട് എനിക്ക് ഒട്ടും കെയർ കിട്ടുന്നില്ല. മറ്റു 2 പെൺകുട്ടികളും ആയതുകൊണ്ട് അപ്പൊ ഓൾവേസ് അച്ഛൻ വന്നാലും അല്ലെ അമ്മ വന്നാലും ഓൾ റിലേറ്റീവ്സ് വന്നാലും ദേ ഓൾ ഗോയിങ് ബിഫോർ ദിസ് മെയിൽ ബേബി. അതിന്റെ പുറകെ പോകുന്നു. എല്ലാവരും അതിനെ കൊഞ്ചിക്കുന്നു. അതിന് കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുന്നു, സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു. ഈ കുട്ടിക്ക് കൊടുക്കുന്നതെല്ലാം ആ മറ്റു 2 പെൺകുട്ടികൾ ഇട്ട ഡ്രസ്സുകളെല്ലാം ഈ കുട്ടി യൂസ് ചെയ്യേണ്ടി വരുന്നു. ആ മറ്റു കുട്ടികൾ രണ്ടും കളിച്ചു കഴിഞ്ഞ കളിപ്പാട്ടങ്ങൾ മൊത്തം ഈ കുട്ടിക്ക് എടുത്തു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോ അവരുടെ മനസ്സിലോട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഐ എം എ യൂസ്ലെസ് പേഴ്സൺ. എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ഈ കുട്ടിയുടെ മനസ്സിൽ കൊച്ചിലേ മുതലേ വരുന്നു. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ എല്ലാരെയും കൊണ്ട് ഇല്ല ഞാൻ സംതിങ് ഗ്രേറ്റ് ആണ്, ഞാൻ സംതിങ് വെരി വെരി ഗുഡ് പേഴ്സൺ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ചു. അപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ പേരൻസ് പറയും, 4 പേർക്ക് ഡ്രസ്സ് എടുക്കണം, ഈ ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാം 4 പേർക്ക് ഡ്രസ്സ് എടുക്കണം, അപ്പം പൈസ കുറവാണ്, പിന്നെ നിങ്ങൾ മോൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുക, ഷി വിൽ അഡ്ജസ്റ്റ് ടു എവറിത്തിങ്. പക്ഷെ ഈ കുട്ടി നോക്കുമ്പോൾ മറ്റേ മെയിൽ ചൈൽഡിന് എല്ലാ ഉടുപ്പും എല്ലാം നല്ല പൈസയുള്ള കോസ്റ്റ്ലി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും കുട്ടിക്ക് അനുഭവപ്പെടുന്ന ഒരു റിജക്ഷൻ ഫീലിംഗ് ആണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ ആ ഒരു ഫീലിംഗ് കുട്ടിയുടെ മൈൻഡിൽ വന്നുപോയി. അപ്പൊ കൊച്ചിന്റെ മനസ്സിനകത്ത് എപ്പോഴും തോന്നിയെന്താ വെച്ചാൽ, ഇപ്പൊ ഏത് ഫിഷ് ഉണ്ടാക്കിയാലും ഫിഷ് ഫ്രൈ ചെയ്താലും അമ്മ മുന്തിയ കഷ്ണം എടുത്ത് ഈ മകന് മാറ്റി വെക്കുന്നു. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ മകൻ. ആ ഒരു ഫീലിങ്ങിലോട്ട് ഈ കുട്ടി ഇങ്ങനെ ഇതാകുമ്പോ കുട്ടി എന്ത് ചെയ്യുക, തകർത്തു വെച്ച് പഠിക്കുക. 10ൽ ഫുള്ള് നല്ല മാർക്കൊക്കെ മേടിച്ചു, പാസ്സായി, സ്കൂൾ ടോപ്പറൊക്കെ ആയി. അപ്പൊ വലിയ റെക്കഗ്നിഷൻ വീട്ടിൽ നിന്ന് ആരും കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് പ്രീഡിഗ്രി, ആ കുട്ടി പ്രീഡിഗ്രി എന്തോ കഴിഞ്ഞ പ്രീഡിഗ്രി പ്ലസ് ടു സ്റ്റേജിന് മുമ്പേ പാസ്സായ കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ സമയത്തും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഉറക്കം ഉളപ്പിയൊക്കെ ഇരുന്ന് മാർക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നാലും അതിനും അങ്ങോട്ട് എന്തോ പറയുന്ന ഒരു വേണ്ട അപ്രീസിയേഷൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോ കുട്ടി വാട്ട് ഫീലിംഗ് ഗോസ് ടു ചൈൽഡ് ഈസ് ഐ ആം എ റിജക്റ്റഡ് പേഴ്സൺ. ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഇങ്ങനെ മാർക്ക് വാങ്ങിക്കുന്നു. അപ്പൊ കുട്ടി എന്താ വിചാരിച്ചത്, ഇനി പഠിച്ചു കഴിയുമ്പോൾ അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, ഡോക്ടർ എനിക്ക് ഇപ്പൊ ഞാൻ ചോദിച്ചു, പ്രണയം ഉണ്ടായിരുന്നു പഠിച്ച സമയത്ത്, എപ്പോഴെങ്കിലും പ്രണയം ഉണ്ടായിരുന്നു? അപ്പൊ കോളേജിൽ പഠിച്ച സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞപ്പോ അതിനൊന്നും ഒരിക്കലും എന്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ജാതി സെയിം അല്ല, എക്കണോമിക്കലി സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതല്ല. ഓക്കെ, അപ്പൊ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് വീട്ടിൽ പറയാൻ പോലും പേടിയായിരുന്നു. അത് പൊളിഞ്ഞുപോയി. പക്ഷെ എനിക്ക് ആ പേഴ്സണോട് ഇപ്പോഴും കടുത്ത ആരാധനയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആരാധന? അത്രയ്ക്ക് ഇഷ്ടം തോന്നാൻ എന്താ? പുള്ളി ഭയങ്കര ലവിങ് ആയിരുന്നു, ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്താ തോന്നിയെന്ന് വെച്ചപ്പോ ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഡോക്ടർ ലവിങ്ങും കെയറിങ്ങും ഹാൻഡ്സമും ഒന്നും അല്ലായിരുന്നു.
പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്റെ ആബ്സെൻസ് അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ലോകത്ത് ആരും എന്റെ ആബ്സെൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഈ പയ്യൻ എന്റെ ആബ്സെൻസിനെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അയാളോട് തോന്നിയ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഹി വോണ്ട്സ് മീ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ അയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ദാറ്റ് വാസ് എ കേസ്. അപ്പൊ ഇത്രയായിരുന്നു ഈ കുട്ടിയുടെ ബാക്ക് ഹിസ്റ്ററി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു പ്രപ്പോസൽ വരുന്നു. ആൻഡ് ഈ പറയുന്ന പേഴ്സൺ, ഈ കല്യാണം കഴിച്ചിരിക്കുന്ന പേഴ്സന്റെ വീട്ടിൽ 2 മെയിൽസ് ആണ്, നോ ഫീമെയിൽസ് ദയർ. അപ്പം ആ ഈ പയ്യന്റെ അമ്മ ഈസ് നോട്ട് ഇൻസെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഈ പയ്യന്റെ ബ്രദർ ഹീസ് ഓൾസോ ഹാവിങ് സം മെന്റൽ ഇറഗുലാരിറ്റീസ്. അതൊക്കെ സത്യമാണ് ഈ കുട്ടി പറയുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഈസ് അപ്പൊ അവിടെ ചെല്ലുമ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ കുട്ടി എന്ത് ചെയ്തു, ഫസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും മറ്റേ മൂത്ത പയ്യന്റെ വൈഫ് കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞു. സെക്കൻഡ് സണ്ണിന്റെ വൈഫാണ് ഈ കുട്ടി. അപ്പൊ ഈ കുട്ടി അവിടെ ചെന്നിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഈ കുട്ടി അവിടെ ചെന്നിട്ട് ഈ ഇതിന് വീട്ടിൽ നിന്ന് കൊടുത്ത ഗോൾഡ് മദർ ലോയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അതേപോലെ ചേട്ടന്റെ വൈഫിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ആ ചേട്ടന്റെ പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. അവർക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ മാറ്റി വളയും അത് ഇതൊക്കെ ആക്കി കൊടുക്കുന്നു. അപ്പൊ അവരും എല്ലാം എന്താ ചെയ്യുക, ദേ ആർ ഓൾ അക്സെപ്റ്റിംഗ് എവറിത്തിങ്. ആൻഡ് അവർ പെരുമാറുന്ന വെച്ചാൽ യു ആർ ദ പേഴ്സൺ ടു ഡു ഓൾ തിങ്സ്, യു ആർ സപ്പോസ് ടു ഡു ഓൾ തിങ്സ് എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലാതെ ആ കുട്ടിയുടെ സ്നേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യാനോ മനസ്സിലാക്കാനോ അവർ തയ്യാറാകുന്നില്ല. ആൻഡ് ഓൾവേസ് ദേ ബ്ലെയിമിങ്. അപ്പൊ പേരൻസ് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത് എന്താണ്, അപ്പൊ ഹസ്ബൻഡ് വേറെ എവിടെ ജോലി ചെയ്യാണ്, ഈ കുട്ടി ഇവിടെ വീട്ടിൽ നിർത്തിയിട്ട് പോയി. അപ്പോൾ മദർ ലോ ഫുൾ ടൈം ഈ കുട്ടി കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്, ഫുൾ ടൈം ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഫാദർ ലോ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് ചെയ്യേണ്ട, പുള്ളിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, ചേട്ടന്റെ പിള്ളേരെ നോക്കണം, എല്ലാം ഷീ ഈസ് ഡൂയിങ് എവറിത്തിങ് പെർഫെക്റ്റ്ലി. പക്ഷെ അതിന്റെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല. ഇവരെപ്പോഴും ബ്ലെയിം ചെയ്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഹസ്ബൻഡ് വരുമ്പോൾ ഈ കുട്ടിയെ അവരപ്പോ സ്വാഭാവികമായിട്ട് ഈ കുട്ടി ഇതെല്ലാം സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിന്നിട്ട് ഹസ്ബൻഡിനോട് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്, ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ സച്ച് ടൈപ്പ് ഓഫ് ബ്ലെയിമിങ്സ് ഫ്രം ഹിയർ, ബിക്കോസ് ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്, ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. ഇവിടെ എനിക്ക് കുറ്റപ്പെടുത്തൽ, ആരെ പറ്റി കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ സച്ച് ടൈപ്പ് ഓഫ് കംപ്ലൈൻറ്റ്സ്. അപ്പൊ അവിടെയും അയാൾക്ക് എന്താണ്, അയാളെ അവഗണിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു അക്സെപ്റ്റൻസ് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. അപ്പൊ അവിടെ മുതലേ ഈ കൊച്ചിന് വീണ്ടും വാട്ട് ഹാപ്പൻ, റിജക്ഷൻ ഫീലിംഗ്, വീണ്ടും അകത്തേക്ക് പോകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് റിജക്ഷൻ ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് വീട് വെച്ച് മാറിയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്താ പറ്റിയെന്ന് വെച്ചാൽ, പുള്ളി ഇങ്ങനെ ഒരു ജോയിന്റ് ഫാമിലിയുടെ നടുക്കൂടെ കടന്ന് എന്താണ് വരവി നടന്ന ഒരു മനുഷ്യനായതുകൊണ്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻ. പുള്ളിക്ക് ഈ വൈഫും 2 പിള്ളേരുമായിട്ട് സെപ്പറേറ്റ് ഒരു ഫാമിലിയിലോട്ട് പോയി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അങ്ങേർക്കും പറ്റുന്നില്ല. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് പുള്ളിക്ക് എന്താ വെച്ചാൽ പുള്ളി അങ്ങ് ആൽക്കഹോളിക് ആയിട്ട് മാറി. ചെറുതായിട്ട് തുടങ്ങി നല്ല വെള്ളമായി. അങ്ങനെ പുള്ളി നല്ല വെള്ളമായി. അങ്ങനെ കുറെ ഫ്രണ്ട്സും അത് ഇതും ഒക്കെ ആയിട്ട് പോയി. പക്ഷെ ഈ കുട്ടിക്കെന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡിനെ റിലേറ്റീവ്സിനടുത്ത് വിടാതിരിക്കുക എന്നുള്ളതാണ് പ്രൈം ടാർഗറ്റ് ആയിട്ട് മാറിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ഹസ്ബൻഡ് ഭയങ്കര ആൽക്കഹോളിക് ആയിട്ട് മാറിയപ്പോഴത്തേക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് പലതും, നോ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അറ്റ് ഹിം ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. പക്ഷെ ഈ പുള്ളിക്ക് എന്തോ പറ്റിയെന്ന് വെച്ചാൽ, ഈ ആൽക്കഹോളിസത്തിന് എന്തോ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴത്തേക്ക് ഈ വാസ് അഫക്റ്റഡ് വിത്ത് സോറിയാസിസ്. അപ്പൊ സോറിയാസിസ് വന്നതിന് ശേഷം ഈ കുട്ടിക്ക് അയാളോട് ഭയങ്കര വെറുപ്പാണ്. ഭയങ്കര വെറുപ്പ്. പറയുന്നത് വാട്ട് ഷി വാസ് ടെല്ലിംഗ് വാസ് ഈസ് വെരി ഒഫൻസീവ്, ഭയങ്കര നാറ്റം. അപ്പൊ 2 പേര് 2 മുറിയിൽ കിടപ്പായി. 2 പേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. 2 പേരും ബാക്കി കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ 2 പേരും വേറെ റൂമിലാണ് കിടക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഒരു ദിവസം ഈ കുട്ടി, അപ്പൊ ഈ പുള്ളിക്ക് ഡസന്റ് വോണ്ട് സെക്ഷൽ, വർഷങ്ങളായിട്ട് ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പേ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം രാത്രി ഈ കൊച്ചിങ്ങനെ ഉറങ്ങി കിടന്നു. അപ്പൊ പാട്ടിന്റെ സൗണ്ട് എന്തോ കേട്ടു. ഇവിടുന്ന് ഈ പാട്ട് രാത്രി വരുന്ന പറഞ്ഞ് നോക്കിയപ്പോ ഈ പുള്ളിക്കാരി പെട്ടെന്ന് എന്ന് കഥ തുറന്നു നോക്കിയപ്പോ ഈ ഹസ്ബൻഡ് ഹീസ് സിംഗിങ് എ സോങ് ഫോർ ഹിസ് ഗേൾ ഫ്രണ്ട് അറ്റ് നൈറ്റ്. രാത്രി പാട്ട് പാടി കൊടുക്കുക, കാമുകിക്ക് പാട്ട് പാടി കൊടുക്കുകയാണ്. അപ്പൊ ഈ കൊച്ചു കണ്ടോണ്ട് ചെന്നതോടുകൂടി ഇത് ഫുൾ വയലൻസ് സ്റ്റേറ്റിലോട്ടായി. കാരണം പുള്ളിക്കാരത്തിന്റെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഹീസ് എന്താണ്
ഡിനേയിങ് എവറിത്തിങ് ഫോർ മീ ആൻഡ് ഹീസ് ഗീവിങ് എവറിത്തിങ് ടു ദ അതർ പേഴ്സൺ. പക്ഷെ ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ഒരു പ്രോബ്ലം നമ്മൾ ഈ കൗൺസിലിംഗ് ഫീൽഡിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഒരു 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 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കേസാണത്. അതായത് മിക്ക ലേഡീസും വിൽ കമാൻഡ് സേ, ഡോക്ടർ ഇയാൾക്ക് ഹീസ് നോട്ട് ഗീവിങ് സെക്സ് ടു മീ ബട്ട് ഹീസ് ഗീവിങ് സെക്സ് ടു അനദർ പേഴ്സൺ. അതാണ് റോങ് കോൺസെപ്റ്റ്. ഇറ്റ്സ് എ വെരി റോങ് കോൺസെപ്റ്റ്. അത് പക്ഷെ നമുക്കത് എത്രത്തോളം നമ്മൾ ഹോമിയോപ്പസ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കേസുമാണ്. ബിക്കോസ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് അതായത് അതിന് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയാറുള്ള പഴഞ്ചൊല്ല് എന്നാന്ന് വെച്ചാൽ, ഈ നമ്മൾ കിണർ കുത്തി നമ്മൾ വെള്ളം കാണാൻ വേണ്ടി കിണർ കുത്തുകയാണ്. കിണർ കുത്തുമ്പോൾ നമ്മൾ പറമ്പിൽ കുത്തി ഒരു കിണറിനകത്തുനിന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് മുഴുവൻ നടന്ന് കുത്തേണ്ട കാര്യമില്ല. വെള്ളം ഓൾറെഡി കണ്ടു. അപ്പൊ വെള്ളം കാണാത്ത ആൾക്കാരാണ് ഈ പറമ്പ് മുഴുവൻ പോയി കുത്തുന്നതെന്നാണ് ശരിക്കും സൈക്കോളജിയിൽ അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ചില ആൾക്കാർ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ഈ കുറച്ച് കഴിയുമ്പോൾ സെക്ഷൽ പവർ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഈ ഫോൺ സെക്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ പേഴ്സണുമായിട്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അത് നമ്മൾ ഈ ലേഡീസും മെയിൽ ആൻഡ് ഫീമെയിൽ സെറ്റപ്പ് ഇസ് വെരി ഡിഫറെന്റ്. ആൻഡ് സൈക്കോളജിക്കൽ സെറ്റപ്പ് ആൻഡ് സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ മെയിൽ മൈൻഡ് സെറ്റ് ആൻഡ് എ ഫീമെയിൽ മൈൻഡ് സെറ്റ് ഇസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. കാരണം എന്ന് പറഞ്ഞാൽ മെയിൽസ് എന്ന് വെച്ചാൽ they will get satisfaction to a person. വിഷ്വൽ ആണ് അവർക്ക് ഏറ്റവും ഇതായിട്ടുള്ളൊരു കാര്യം. അത് വിഷ്വൽ ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ദി സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ഫീമെയിൽസിന് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഒരു മെയിൽ എൻ്റർ ചെയ്യാതെ ഫീമെയിൽസ് കാൺ ഗോ ഓൺ സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് എ മെയിൽ. ഇഫ് സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഫീമെയിൽ വിൽ ബി നോട്ട് എന്താ പറയുന്ന ഒരു മോറൽ ലേഡി ആകാൻ സാധ്യതയില്ല. അങ്ങനാണെങ്കിൽ മാത്രമേ എന്താണ് ഒരു ഇമോഷണൽ കണക്ഷനുള്ള ഒരു പേഴ്സണുമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഇത് ഫോർ എക്കണോമിക്കൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഈ കുട്ടി വിചാരിക്കുന്ന എന്തുവോ, എനിക്ക് എന്നോടൊരു ഇതും തരുന്നില്ല, എന്നോടൊരു ഇതൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ഈ കുട്ടിക്ക് വെറുപ്പുണ്ട് അയാളോട്. അയാൾക്ക് ഹീസ് ഹാവിങ് സോറിയാസിസ് ആൻഡ് ഹീസ് ഹാവിങ് ദിസ് ടൈപ്പ് ഓഫ് ഒഫൻസീവ് ഡിസ്ചാർജസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ തന്നെ അയാൾ ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ആ കുട്ടി ഒഴിവാക്കുന്ന സ്റ്റേജിൽ എത്തിയത്. വർഷങ്ങളോളം അയാൾ ഒഴിവാക്കി. ഇപ്പൊ ഷീ വെന്റ് ടു എ പോയിന്റ് ദാറ്റ് ഷീസ് നെഗ്ലക്റ്റിംഗ് ഹസ്ബൻഡ്. ആ ഒരു അവസ്ഥയിലെത്തി. പക്ഷെ ഇതിനകത്ത് വേറൊരു കേസും കൂടെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഈ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും ഹസ്ബൻഡിന്റെ ബ്രദറിനും ഹാവിങ് സിവിയർ സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അതേ പ്രശ്നം ഇവരുടെ മൂത്ത മകന് വന്നു. ബിക്കോസ് ഈ അച്ഛനും അമ്മയുടെ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒരു എക്സ്ട്രീം ലെവലിൽ കണ്ടു കഴിഞ്ഞ് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, ഹി ബിക്കെയിം ഇൻസെയിൻ. അപ്പൊ ഈ പയ്യന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, പയ്യൻ ഭയങ്കര ബ്രില്യന്റ് ആണ്, എക്സ്ട്രീം ബ്രില്യന്റ് ആണ്. എക്സ്ട്രീം ബ്രില്യന്റ് വെച്ചാൽ റാങ്ക് മേടിച്ചിട്ടാണ് ബിടെക് എംടെക് റാങ്ക് മേടിച്ചിട്ട് ആ കുട്ടി പാസ്സായിരിക്കുന്നത്. പക്ഷെ പിന്നെ ഏത് സ്ഥലത്ത് പോയാലും ഏതെങ്കിലും പെൺപിള്ളാരെ കണ്ടാൽ ആ പെൺപിള്ളാരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറകെ പോവും. അതിനെ തുടർന്ന് ഇഷ്യൂസ് ആവും. അവർക്ക് മെസ്സേജ് അയക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഹി വിൽ ബി ടെർമിനേറ്റഡ് ഫ്രം ദ ഇതിന്ന് മാറ്റേണ്ടി വരും. അവർ കംപ്ലൈന്റ് ചെയ്യും, അങ്ങനെ പ്രശ്നമാവും. ഈ പയ്യന് പിന്നെ ഒരുമാതിരി ഇൻസെയിനായി. അത് പിന്നെ ഹോമിയോ മെഡിസിനിലൊന്നും നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇതല്ല അത് ഒരു ഡീപ്പർ കേസിലോട്ട് പോയ ഒരു കേസാണ് അത് മകൻ്റെത്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് സെലിബസി അല്ലെങ്കിൽ സ്റ്റാസിസ് എന്ന് പറയാം. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ കൊച്ചെത്തിയിട്ട് വാട്ട് ഷീ വോണ്ട്സ് നൗ ഇസ് ദാറ്റ് ഇപ്പോഴത്തെ കൊച്ചിന്റെ ഒരു മൈൻഡ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാർ എടുക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോയിന്റ്. ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. അപ്പൊ മകൻ ഒരു ഫേമിൽ പോയി നല്ല ജോബിൽ എൻ്റർ ചെയ്തു. അവിടെ ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി, ജോലി നഷ്ടപ്പെട്ട് പയ്യൻ തിരിച്ചു വന്നു. പയ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അലോപ്പതി മെഡിസിൻസ് എന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കിംസ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലായിട്ടും ഷീ ഈസ് നോട്ട് വറിയിങ് അബൌട്ട് ദ സൺ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഷീ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഹസ്ബൻഡിന്റെ കേസിൽ ഷീ പേർപ്പസ്ഫുള്ളി ഡോണ്ട് ഗീവ്സ് ഈവൻ എ കപ്പ് ഓഫ് ടീ ഫോർ ദ ഹസ്ബൻഡ്. ഉള്ള ചായ പോലും പുള്ളിക്ക് ഇട്ട് കൊടുക്കത്തില്ല. പക്ഷെ പുള്ളിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പുള്ളി അവരെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ കുട്ടിക്ക് ഇവര് ചായ പോലും ഇട്ട് കൊടുക്കത്തില്ല. അയാൾ മനഃപൂർവ്വം കൊടുക്കത്തില്ല. പട്ടിക്ക് ചായ ഒഴിച്ചു കൊടുത്താൽ അയാൾക്ക് ചായ കൊടുക്കൂല. അത്രയ്ക്ക് വൈരാഗ്യമാണ് ഇവർക്ക്. പിന്നെ വാട്ട് ഷീ കൺവേഡ് ടു മീ വാസ് ദാറ്റ്, മാം എനിക്ക് എന്റെ മക്കളെ രണ്ടിനെയും കണ്ണെടുത്താ കണ്ടുകൂടാ, പിന്നെ എനിക്ക് എന്റെ ബ്രദറിനെ കണ്ടുകൂടാ, ഈ ആണെന്ന് പറയുന്ന വർഗത്തിനെ പുള്ളി വെറുത്തുപോയി. ആ രീതിയിൽ ഇവർക്ക് വെറുപ്പാണ്, എല്ലാരോടും വെറുപ്പ്. ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ഇളയ പയ്യനോട് മാത്രം ഇച്ചിരി സ്നേഹമുണ്ട്. അതും അവരവരുടെ ഡ്യൂട്ടി ചെയ്തു കൊടുക്കുന്നു എന്നല്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. അവൻ ഡിഗ്രി പാസ്സായി, പേപ്പർ ഫുൾ പോയി.
പോയിട്ടും നോ പ്രോബ്ലം, ഷീസ് ഹാവിങ് നോ ഇഷ്യൂസ്. അവരവരെ കാര്യം നോക്കി അവരിങ്ങനെ കാറിനകത്ത് ഡ്രൈവ് ചെയ്ത് പിന്നെ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സിന് ചേരുക, പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുക, കുറേ ദിവസം പ്രകൃതി ചികിത്സ എന്നും പറഞ്ഞ് 20 ദിവസം വർക്കലയിൽ പോയി കിടക്കുക, ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഷീ ഈസ് ഡൂയിങ് ഫോട്ടോ. പക്ഷെ അവിടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അയാൾ പറയുന്നത് ഐ ഓൾസോ ഹാഡ് സം മിസ്റ്റേക്സ് വിത്ത് മീ, ദാറ്റ്സ് വൈ. ഞാൻ അതിനെ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ഇതായിരുന്നു കേസിന്റെ പ്രസന്റേഷൻ. അപ്പൊ നമ്മുടെ മുന്നിൽ ഈ കേസ് എന്നിട്ട് ഈ കുട്ടി എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വയലന്റ് ആവും. ഭയങ്കരമായിട്ട് വല്ലതും അടിച്ചു പൊട്ടിക്കും, സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കും. ട്രിവാൻഡ്രത്ത് വന്നിട്ട് എനിക്ക് പുതിയ വീട് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ച് നോക്കി, സത്യം പറഞ്ഞാൽ മെയിൽസിനെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഫീമെയിൽസും ഉണ്ട്, ഫീമെയിൽസിനെ കൊണ്ട് എക്സ്ട്രീംലി സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പാർട്ട്ണർ പാവമായിരിക്കും, അല്ലെങ്കിൽ വിൽ ബി വെരി അഡ്ജസ്റ്റ് അഡാപ്റ്റബിൾ ആയിരിക്കും. മറ്റേത് എക്സ്ട്രീംലി ഹൊറബിൾ ആയിരിക്കും. അതേപോലത്തെ ഒരു ഹൊറബിൾ കേസ് ആയിരുന്നത്. അപ്പം വാട്ട് ദി ഹസ്ബൻഡ് വാസ് സെയിങ്, ഡോക്ടർ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണ്ട, എന്റെ ഒരു കാര്യം നോക്കണ്ട. ഇങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ളൊരു പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ടാ. അപ്പൊ ഇവിടെ ഒരു റെന്റഡ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ വീട് വെച്ച് കൊടുക്കുന്നില്ല, വാടക വീട്ടിൽ താമസിക്കുന്ന നാണക്കേടെന്ന് തൊട്ട് ബഹളമായിരുന്നു. പാവം അയാള് ഒരു 10,000-2,400 സ്ക്വയർ ഫീറ്റ് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തു. ഈ കൊച്ചു പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കൊടുത്തു. ജിമ്മ് വേണോന്ന് പറഞ്ഞു, ഹോം തിയേറ്റർ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ അടങ്ങിയിരിക്കത്തില്ല, കാർ എടുത്തിട്ട് ഇങ്ങനെ പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ വാട്ട് ഷീ സെഡ് വാസ് ദാറ്റ്, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്രയും ഒരു വയലന്റ് അവസ്ഥയിലേക്ക് കൊച്ചു നിൽക്കുക. ഷൗട്ടിംഗ് എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ട് ഷൗട്ട് ചെയ്യും, സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിയും, എല്ലാം ഉടച്ചു പൊട്ടിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സോ വാട്ട് ഇസ് എ മെഡിസിൻ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനത്തെ ഈ പറഞ്ഞതിനകത്ത് പിന്നെ എനിക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കേസിനകത്ത് പിന്നെ പിന്നീടുള്ളൊരു പാസ്റ്റ് സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ കാര്യം ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ബോഡി മേക്കപ്പും ഏകദേശം ഇതൊക്കെ തന്നെ. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ കൊച്ചു എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോക്ടറെ എനിക്കറിയാം എന്നായാലും എന്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന്, എനിക്കറിയാം ഞാൻ എന്നായാലും ഒറ്റപ്പെടുമെന്ന്, എനിക്ക് ആരുമില്ല ഡോക്ടറെ, എനിക്ക് ഒരിക്കലും എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് 2 ആൺമക്കളുണ്ട്, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് ഒരിക്കലും ഐ ഡോണ്ട് ഫീൽ എ സെക്യൂരിറ്റി ഫീലിംഗ്. അപ്പൊ എനിക്ക് ഒരു 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 പിടിവള്ളി എനിക്കില്ല ഡോക്ടറെ, ഞാനൊരു കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒരു ലേഡിയാണെന്നുള്ളൊരു പിടിവള്ളി എനിക്കില്ല. ഇങ്ങനെ ആണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇനിയിപ്പോ എന്തോ മാഡത്തിന്റെ പ്ലാൻ എന്താണ് ഇനി? അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ഞാൻ നിങ്ങളോട് അയാളോട് സത്യസന്ധമായിട്ട് തുറന്നു പറയാം, ഇഫ് ഐ ക്യാൻ ഗോ ഇൻ ടു റിലേഷൻഷിപ്പ് വിത്ത് എ മെയിൽ, ഐ വിൽ ഗോ ഇൻ ടു റിലേഷൻഷിപ്പ് ആൻഡ് ഐ വോണ്ട് ടു ഷോ ഹിം ദാറ്റ് ഐ ക്യാൻ ഓൾസോ ലീവ് വിത്ത് എ മാൻ. നമ്മൾ ഞെട്ടിപ്പോയി, ദൈവമേ, എനിക്കും കിട്ടും ഒരു മനുഷ്യനെ, എന്നെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് കിട്ടും എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഐ ട്രൈഡ് മാഡം, ഞാൻ മാഡത്തിനോട് ആയതുകൊണ്ട് പറയാം, ഹിസ്റ്റീരിക്കൽ പേഴ്സൺ നമുക്ക് സംസാരിക്കുമ്പോഴേ അറിയാം, മാഡത്തിനോട് ആയതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ വർക്കല ഇതുപോലെ പ്രകൃതി ചികിത്സയ്ക്ക് പോയ സമയത്ത് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് വെൻ ഐ വെന്റ് ഫോർ ദ ട്രീറ്റ്മെന്റ്, അവിടെ വെച്ച് ഞാനൊരു മനുഷ്യനോട് പരിചയപ്പെട്ടു. ആക്ച്വലി ഐ വാസ് എൻജോയിങ് മാഡം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഫിസിക്കൽ റിലേഷനിലായോ? ഇല്ല മാഡം, ഫിസിക്കൽ റിലേഷൻ ആയില്ല, പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ദ പേഴ്സൺ. വൈ? ബിക്കോസ് ഞാൻ എന്ത് പറ്റി? അത് ആദ്യമൊക്കെ പുള്ളി ഹി വാസ് ഓക്കെ, ബട്ട് ആഫ്റ്റർ സം 2-3 days he's trying to sexually exploit me. I don't want that. I want a person who will accept me, who want me in his life forever. That was a presentation. അതുകൊണ്ട് എനിക്ക് ശരിയാകത്തില്ല. ബട്ട് ഐ ആം സ്റ്റിൽ ഇൻ സെർച്ച് ഓഫ് എ പേഴ്സൺ ഹു ട്രൂലി വാണ്ട്സ് മീ ഇൻ ഓൾ സെൻസ്. ഭയങ്കര ഇംഗ്ലീഷ് കേട്ടോ, അവരുടെ ഇംഗ്ലീഷ് വെച്ചാൽ സൂപ്പർ ഇംഗ്ലീഷാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഐ ടോക്ട് വിത്ത് ഹെർ ഹസ്ബൻഡിനോട് ഞാൻ ഒരിക്കൽ സംസാരിച്ചു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു വെച്ചാൽ, ഡോക്ടറെ പിന്നെ ഇതിപ്പോ എന്തോ എനിക്ക് തന്നെ അറിയത്തില്ല ഡോക്ടറെ, ഇതിപ്പോ എന്ത് ചെയ്യണമെന്ന്. ഒരു മോനും മുഴുവട്ടായി, ഇനി ഇളയൊരു കുട്ടിയുണ്ട്, അതിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. എന്റെ രണ്ടാമത്തെ കുട്ടി മ്യൂസീഷ്യനാണ്, നന്നായിട്ട് പാട്ടൊക്കെ കമ്പോസ് ചെയ്യും, അങ്ങനെ ഒരുപാട് പാട്ട് നന്നായിട്ട് പാടും, ഭയങ്കര ടാലന്റഡ് ആണ് രണ്ടാമത്തെ കുട്ടി. ഇവളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ജീവിതവും കൂടെ പോയി കിട്ടും. സോ ദാറ്റ് വാസ് എ കേസ്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളത് എന്റെ മുമ്പിൽ വന്ന പ്രസന്റേഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് മെഡിസിൻ എങ്ങനെ, നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ മെഡിസിൻസ് വരാം, ഇതിനകത്ത് നമുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. വി ക്യാൻ ടേക്ക് എനി സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ഒന്ന് മെഡിസിൻ പറയാം. മെഡിസിൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത മെഡിസിൻ എന്താണ്, എന്തുകൊണ്ടാണ്, അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് അതർ ഡ്രഗ്സ് ഞാൻ പറയാം. മെഡിസിൻ വെച്ച് ഐ ഗേവ് വാസ്, ഇതിനകത്ത് പിന്നെ ഞാൻ കൊടുത്ത മെഡിസിൻ സെപ്പിയ ആയിരുന്നു. സെപ്പിയ, വൈ സെപ്പിയ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ.
ഈ സെപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് അതിന്റെ കറക്റ്റ് അതേ പറഞ്ഞ അവിടെ ആ ഒരു പോയിന്റ് കാണുമ്പോഴാണ് ഈ സാമുവൽ ഹനുമാൻ എന്ന് പറഞ്ഞ മഹാമനുഷ്യരോട് നമ്മൾ ബോ ചെയ്തു പോകുന്ന ഒരു പോയിന്റ് ആണത്. കാരണം ഇങ്ങനെ കാർവ് ചെയ്തെടുക്കൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിന്റെ പുറകിലോട്ട് പോയി, ഞാൻ ഈ മെഡിസിന്റെ പുറകിലോട്ട് പോയപ്പോൾ ഈ കൊച്ചിന്റെ ഡിസ്കഷനകത്ത് എനിക്ക് ആദ്യം തോന്നിയ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാല് എന്താണ്, പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ആരുമില്ല ഡോക്ടർ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ല മാഡം, നിങ്ങൾ എന്തോ പറയുന്നത്, നിങ്ങൾക്ക് 2 മക്കളില്ലേ? ഇല്ല മാഡം, ഞാൻ ഭയങ്കര, എനിക്ക് ആരുമില്ല മാഡം, ഞാൻ എം എ ഇൻസെക്യൂർഡ് പേഴ്സൺ, ഞാൻ 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 ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും, ഞാൻ ഒരു ദിവസം ഒറ്റപ്പെടും, ഇവരെല്ലാം എന്നെ കളഞ്ഞിട്ട് പോകും, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ സോ ദാറ്റ് വാസ്, അത് നമ്പർ 1 ഇൻഡിക്കേഷൻ ഓഫ് സെപ്പിയാണ്. അതായത് ഈ വൈ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ഈ സെപ്പിയ എന്ന് പറഞ്ഞ സാധനം എന്താണ്, വിച്ച് ഫാമിലി, മൊളസ്ക ഫാമിലിയിലാണ്. അപ്പൊ ഈ സെപ്പിയയുടെ ഒരു പ്രത്യേകത എന്ന് കട്ടിൽ ഫിഷ്, നമുക്ക് അറിയാം കട്ടിൽ ഫിഷ് ആണ്. അപ്പൊ ഈ കട്ടിൽ ഫിഷിന്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ഈ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ സെപ്പിയ കണ്ടുപിടിച്ച സാമുവൽ ഹനുമാൻ തന്നെയാണ് അതിന്റെ പ്രൂവർ. അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ഈ പിന്നെ നമ്മൾ അതിന്റെ കഥ പുറകിലോട്ട് വായിച്ച് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഈ പിന്നെ എന്താണ് ഈ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ക് ഉണ്ടല്ലോ, മഷി, നമ്മൾ ആ കഥ എങ്ങനെയാ പറയുന്നത്, മഷിയുടെ ആ ബ്രഷ് ഉണങ്ങിപ്പോകുമ്പം അതിനെ വെറ്റ് ചെയ്യാൻ വേണ്ടി നാക്കിലോട്ട് നക്കിയിട്ട് അത് വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ സിംറ്റംസിൽ നിന്നാണ് സെപ്പിയുടെ പ്രൂവിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ അതുപോലെ ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്താ വെച്ചാൽ കട്ടിൽ ഫിഷിന്റെ പ്രത്യേകത എന്താണ്, മഷി മൊത്തം ഇങ്ങനെ ആരെങ്കിലും നമ്മളെ കട്ടിൽ ഫിഷിനെ ഉപദ്രവിക്കാൻ വരുമ്പോ മഷി മൊത്തം വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് കട്ടിൽ ഫിഷ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ടിൽ ഫിഷിനുള്ള ഒരു പ്രത്യേകത കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് ഷെല്ലില്ലല്ലോ. അപ്പൊ കവറിങ് ഇല്ല. കവറിങ് ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സാധനമാണ് ഈ സെപ്പിയാത അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇൻഡിഫറന്റ്. എന്തോ ഇൻഡിഫറന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡിഫറന്റ് ഉണ്ട്, ഇൻട്രോവേർട്ട് ഉണ്ട്, ഇൻഡിസിസീവ് ഉണ്ട്, കുറെ എണ്ണം ഉണ്ട്, വളരെ മൈന്യൂട്ട് ഡിഫറൻസസ് ഉള്ള വാക്കുകളാണ്. ഇൻഡിഫറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വായിക്കാറ് സെപ്പി ഇൻഡിഫറന്റ് ആണ്, സെപ്പി ഇൻഡിഫറന്റ് ആണ്. എന്തോ ഇൻഡിഫറന്റ് എന്ന് വെച്ചാൽ നമ്മളപ്പോ ഇൻഡിഫറന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ മോശമായിട്ട് മറ്റൊരാളോട് പെരുമാറുന്നു എന്നായിരിക്കും ഇൻഡിഫറന്റ്. അതല്ല. ഇൻഡിഫറന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് അല്ല. ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പെരുമാറുക. പണ്ട് നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് കളറിങ് ഇഷ്ടമാണ്, നമുക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, മ്യൂസിക് ഹിയറിങ് ഇഷ്ടമാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സാധനങ്ങളാണ്. ബട്ട് നൗ ഇറ്റ്സ് ഇൻഡിഫറെന്റ്. നൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ടു അവർ ടേസ്റ്റ്. അതാണ് ഇൻഡിഫറെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത. പിന്നെ പിന്നെ അപ്പൊ ഇതാണ് ഇൻഡിഫറെന്റ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല്, അതായത് പിന്നെ നമ്മൾ ഈ ഇൻഡിഫറെന്റ് പറഞ്ഞു, അതേപോലെ വരുന്ന ഒരാളാണ് ഈ നാട്രമൂർ. നാട്രമൂറിനകത്ത് നമ്മൾ പറയുന്നത് ഇൻട്രോവേർട്ട് എന്നാണ് പറയുന്നത്, അല്ലെ? അത് വേറൊരു ടേം ആണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇൻഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്നു. ഇൻഡിഫറെന്റ് എന്ന് പറയുന്നത് ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുന്തവും ഇല്ല. ഇതാണ് ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലോട്ട് ഈ സെപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലിബസി അല്ലെങ്കിൽ സ്റ്റാസിസ് ആണ്. സെലിബസി അല്ലെങ്കിൽ സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്, ഒന്നും അറിയണ്ട, ഒരേ അവസ്ഥയിൽ അങ്ങ് പോവുകയാണ്. സന്തോഷം അറിയാൻ പറ്റുന്നില്ല, സങ്കടം അറിയാൻ പറ്റുന്നില്ല, ദേഷ്യം അറിയാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോകുന്നു, ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇതിലേക്കൂടെയൊക്കെയോ അങ്ങ് പോകുന്നു. ഇതാണ് ഒരു സെപ്പിയുടെ ഒരു ഇത്. അപ്പൊ ഇത് എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യങ്ങർ ചൈൽഡ് മുതൽ, ഇത് നമ്മൾ പോളിക്രസ്റ്റിന്റെ പ്രത്യേകത അതാണ്. പോളിക്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവസാനത്തെ സ്റ്റേജിലോട്ട് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു മരുന്നിൽ എത്തുന്നെങ്കിലും ആ മരുന്നിന്റെ തുടക്കം മുതൽ എല്ലാ മരുന്നിനും അതുണ്ട്. നമ്മൾ എപ്പോഴും ഈ പഠിച്ചു വെക്കുന്ന മൊത്തവും പോളിക്രസ്റ്റിന്റെ ഫൈനൽ സ്റ്റേജാണ് നമ്മൾ നോക്കുന്നത്. അതായത് പോളിക്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഏത് ഡ്രഗിന്റെ ആയാലും 3ാമത്തെ സ്റ്റേജൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിന്റെ തുടക്കം മുതലേ ഉണ്ട്. അത് തുടക്കം മുതലേ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ പ്രൂവിങ്സ് നമ്മൾ ശരിക്കും വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന്റെ 1ാം ഘട്ടം എങ്ങനെയിരിക്കും, 2ാം ഘട്ടം എങ്ങനെയിരിക്കും, 3ാം ഘട്ടം എങ്ങനെ. ഇപ്പൊ ഇതോക്ലോസ് ഒക്കെ 1ഉം 2 വേർഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചില ഡ്രഗിന്റെ. അതുപോലെ ഈ സെപ്പിയുടെ പ്രത്യേകത എന്താണ്, സെപ്പി എപ്പോഴും ഒരു സാൻഡ്വിച്ച് ക്രൈസിസ് അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ്. സാൻഡ്വിച്ച് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി, നടുക്കത്തൊരു കുട്ടി വരുമ്പോഴത്തേക്കും ആദ്യത്തെ 2ഉം പെൺകുട്ടികൾ, 3ാമതൊരു ആൺകുട്ടി. അപ്പൊ ഈ നടുക്കത്ത് വരുന്ന കുട്ടിക്ക് ലീസ്റ്റ് കൺസേൺ ആയിരിക്കും അവിടെ വരുന്നത്. സെക്സ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര
ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്. അപ്പൊ നാച്ചുറലി എന്ത് സംഭവിക്കും, ആ നടുക്ക് നിൽക്കുന്ന കുട്ടി ഭയങ്കരമായിട്ട് ക്രൈസിസ് അനുഭവപ്പെടും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, കുട്ടി വിൽ ഡു എവറിത്തിങ് ടു പ്ലീസ് എവറിബഡി. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ട്രൈങ് ഹർ ലെവൽ ബെസ്റ്റ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, കുട്ടി നന്നായിട്ട് പഠിക്കാൻ നോക്കുന്നു, കുട്ടി നന്നായിട്ട് പാട്ട് പാടാൻ നോക്കുന്നു, കുട്ടി സ്കൂളിൽ ഫസ്റ്റ് മേടിക്കാൻ നോക്കുന്നു, കുട്ടി അമ്മയുടെ പെറ്റാകാൻ നോക്കുന്നു, കുട്ടി ഗ്രാൻഡ് മദറിന്റെ പെറ്റാകാൻ നോക്കുന്നു, എല്ലാം കുട്ടി ട്രൈ ചെയ്യണം. പക്ഷെ എന്ത് സംഭവിക്കുന്നു, കുട്ടിക്ക് എങ്ങും അംഗീകാരം കിട്ടുന്നില്ല. സോ വാട്ട് ഹാപ്പൻ, നമ്മളിപ്പോ ഒരാള് ഇപ്പൊ നമ്മള് ഓരോ ഡ്രഗിന്റെയും നമ്മൾ പ്രൂവിങ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓരോ ഡ്രഗിനും തുടക്ക സ്റ്റേജിൽ എങ്ങനാണോ അതിന്റെ അവസാന ഭാഗമായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ ഈ സെപ്പിയുടെ കഥ പറഞ്ഞു വന്നതുപോലെ തന്നെ പ്ലാറ്റിനയുടെയും എല്ലായിടത്തും അവഗണനകൾ, എല്ലായിടത്തും നമ്മള് അധിക്ഷേപിക്കല്, എല്ലായിടത്തും നമ്മള് എന്താണ് പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആകുന്ന ആൾക്കാരാണ് എന്തായിട്ട് മാറുന്നത്, പ്ലാറ്റിന സ്റ്റേജിൽ എത്തുന്നത്. അവളൊരു അഹങ്കാരി പ്ലാറ്റിന, നമ്മൾ തമാശയ്ക്ക് പറയും പലേഡിയം കലക്കി കൊടുക്കണം, പ്ലാറ്റിന കലക്കി കൊടുക്കണം. പക്ഷെ ആ സ്റ്റേജിൽ ആ പേഴ്സൺ എത്തണമെങ്കിൽ ദി ഷുഡ് ബി വെൻ ത്രൂ എ ലോട്ട് ഓഫ് ക്രൈസിസ്. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഹോമിയോ ഡോക്ടേഴ്സ് കാണണമെന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ ലേഡിയുടെ കേസിലും എന്താ പറയുക, സാൻഡ്വിച്ച് ക്രൈസിസ് അനുഭവപ്പെട്ടിരിക്കുന്നത് എന്താണ്, മുമ്പിൽ രണ്ടുപേരും, രണ്ട് പെണ്ണുങ്ങളും, മൂന്നാമത് വന്ന കൊച്ചിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല. എവിടെയും അവഗണന മാത്രം. നന്നായിട്ട് പഠിച്ചു, 10 മാർക്ക് മേടിച്ചു, അംഗീകരിക്കുന്നില്ല. ഡിഗ്രിക്ക് മാർക്ക് മേടിച്ചു, അംഗീകരിക്കുന്നില്ല. മൈക്രോബയോളജി റാങ്ക് മേടിച്ചു, അംഗീകരിക്കുന്നില്ല. പിന്നെ ജോലി മേടിച്ചു, 2004 60,000 റുപ്പീസ് സാലറിയിൽ ജോലി മേടിച്ചു, അപ്പോഴും അംഗീകരിക്കുന്നില്ല. ആ ജോലി എടുത്ത് കളഞ്ഞിട്ട് ഏതോ ഒരാളുടെ വീട്ടുവേലക്കാരിയാക്കി ആ കൊച്ചിനെ വിടുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പരമമായ റിജക്ഷൻ അനുഭവപ്പെട്ടിട്ട് കുട്ടി പിന്നെ എന്തോ ചിന്തിക്കുന്നത്, ഞാൻ പുതിയ സ്ഥലത്ത് പോയിട്ട് അവിടെ പുതിയ സ്ഥലത്ത് എല്ലാവരും അംഗീകരിക്കപ്പെടാമെന്നും പറഞ്ഞു അവിടെ പോയി കിടന്നങ്ങ് ശ്രമിക്കുക. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, അവര് യൂസ് ചെയ്യാണ്, അവര് യൂസ് ആൻഡ് ത്രോ മെത്തേഡ് അവർ ഉപയോഗിച്ച് അവരും അംഗീകരിക്കുന്നില്ല. അപ്പൊ അവരെന്താ, ഈ കൊച്ചു നോക്കുമ്പോ എന്താണ്, ഈ അമ്മ ഫുൾ കുറ്റവും സ്വന്തം അമ്മയെടുത്ത് വിളിച്ചു പറയും. സ്വന്തം അമ്മയെടുത്ത് വിളിച്ചു പറയുമ്പോൾ സ്വന്തം അമ്മ എന്ത് ചെയ്യും, അമ്മായിയമ്മയെ പ്ലേസ് ചെയ്യാനായിട്ട് രണ്ട് അമ്മായിമ്മമാരും കൂടെ സെറ്റ് ചേർന്നിരുന്നുകൊണ്ട് എന്ത് ചെയ്യും, കുട്ടി 5-6 കുറ്റവും കൂടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, കുട്ടിക്ക് ഇവിടുന്ന് കിട്ടുന്ന റിജക്ഷനും പോലെ സ്വന്തം വീട്ടിൽ നിന്ന് റിജക്ഷനും കൂടെ കൊടുക്കുമ്പോ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഫുൾ റിജക്ഷൻ സ്റ്റേജിലോട്ട് കുട്ടി എത്തുകയാണ്. അപ്പൊ വീണ്ടും എന്ത് സംഭവിച്ചു, അടുത്ത് വീണ്ടും റിജക്ഷൻ എവരിവെയർ. അപ്പൊ ഇതായിരിക്കും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം. അപ്പോ ഇത് ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ കണ്ട ഒരു കാര്യം. എവരിവെയർ റിജക്ഷൻ, എല്ലാ സ്ഥലത്തും റിജക്ഷൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കുട്ടി എത്തുന്നത്. അപ്പൊ വാട്ട് ഹാപ്പൻ, ഇതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്ന ഒരു കുട്ടി, ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, കുട്ടി ഒരു കുറേ ഇങ്ങനെ ഇത് അനുഭവിച്ച് വന്ന് കുഞ്ഞായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കുട്ടി ഇത്രയും പിന്നെ ക്രൈസിസിൽ കൂടെ കടന്നുപോയി, കുട്ടി പാസ് ചെയ്ത് കടന്നു വന്നു. ഓക്കെ. അപ്പൊ കുട്ടി ഇത്രയും ക്രൈസിസിൽ കൂടെ കടന്നു വന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെയും എന്താണ്, അംഗീകാരം കിട്ടുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക, എല്ലാ സ്ഥലത്തുനിന്നും ഈ റിജക്ഷൻ അനുഭവിച്ച് വരുന്ന കുട്ടി ഒരു ഇപ്പോഴത്തെ സ്റ്റേജ് എന്താ വെച്ചാൽ സ്റ്റാസിസ് സ്റ്റേറ്റിലെത്തി. അതായത് സിലബസി അല്ലെങ്കിൽ സ്റ്റാസിസ് സ്റ്റേറ്റ്. അപ്പൊ എന്താണ്, ഈ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഹസ്ബൻഡിനെ ഒന്ന് എന്തൊക്കെ അയാൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും എന്താണ് ഈ കുട്ടിയെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല. ഷി റീച്ച്ഡ് എ പോയിന്റ് ദാറ്റ് ഐ വിൽ നോട്ട് ഗെറ്റ് ജസ്റ്റിസ് ഫ്രം എനിവൺ. എനിക്ക് എവിടുന്ന് ഒരിടത്തുനിന്ന് ജസ്റ്റിസ് എനിക്ക് കിട്ടത്തില്ല. ബിക്കോസ് ഞാൻ എല്ലാ സ്ഥലത്തും കഷ്ടപ്പെടുന്നു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ എനിക്ക് എങ്ങൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു സ്റ്റേറ്റിൽ എത്തി നിൽക്കുന്ന ഒരാള്, അത് നാട്രമൂറിലോട്ടും പോവാം, ഇഗ്നേഷ്യയിലോട്ടും പോവാം, സെപ്പിയയിലോട്ടും പോവാം. അപ്പൊ നാട്രമൂർ പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യും, നാട്രമൂർ പേഴ്സൺ ആണെങ്കിൽ ഷി വിൽ മേക്ക് എ ഓൾ അറൌണ്ട് ഹെർസെൽഫ്, ചുറ്റും ഒരു മതിലങ്ങ് ഉണ്ടാക്കും. മതിലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യും. അതായിരിക്കും നാട്രമൂർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്യുക. പക്ഷെ ഈ സെപ്പി ഇപ്പൊ എന്താ ചെയ്യുന്നത്, സെപ്പിക്ക് അങ്ങനൊന്നുമില്ല, എല്ലാരെയും അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു കണക്ഷൻ തേടി പോകുന്ന ഒരു മൈൻഡ് ആയിരിക്കും. ദാറ്റ് ഈസ് സെപ്പിയ. ആ ഒരു അവസ്ഥയിലോട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം സെപ്പിയ. അതാണ് സെപ്പിയുടെ ഒരു അവസ്ഥ. അപ്പം ഈ കൊച്ചു ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ മാറി ഈ ഒരു അവസ്ഥയിലെത്തി. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ സെപ്പിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കുട്ടി തന്നെ പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുങ്ങി, മുടിയൊക്കെ കളർ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഒരുങ്ങി വന്നിരിക്കും. സോബസ്, ഭയങ്കര വണ്ണമുള്ള കുട്ടിയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഈസ് ഡൂയിങ് എവറിത്തിങ് ടു കീപ്പ് അപ്പ് ഹെർ ബ്യൂട്ടി വിത്ത് ഹെർ സെൽഫ്. അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഈ
ഇങ്ങനെ ഒരു പാച്ച് അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജിങ്ങിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു ഡ്രഗാണ് ദിസ് വൺ മെഡിസിൻ ആണ് സെപ്പിയ. അതായത് നമ്മൾ ഡ്രഗ് പിക്ചർ പറയുമ്പോൾ സെപ്പിയയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ സെപ്പിയയ്ക്ക് ഒരിക്കലും പ്രായമായി എന്ന് പറയുന്നത് ഭയങ്കര വിഷമമാണ്. ഓരോ മുടി നരയ്ക്കുമ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ ഒരവസ്ഥയിലോട്ട് മൈൻഡ് എത്തി നിൽക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇത്രയുമാണ് ഈ കുട്ടിയുടെ എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെപ്പിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു സിംറ്റം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, നമുക്ക് സാഡിൽ അക്രോസ് ദ നോസ്, ഒളാസ്മ, അങ്ങനെ കുറെ സിംറ്റംസ് നമ്മുടെ മൈൻഡിലോട്ട് ഫിസിക്കൽ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു ലെവൽ കഴിയുമ്പോൾ യൂട്രൈൻ കംപ്ലൈന്റ് മിക്കവാറും കാണും. ഡയബറ്റീസിന് വെരി സൂപ്പർ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ്. വൈ? എന്തുകൊണ്ട് ഡയബറ്റീസ് ഇൻഡിക്കേറ്റഡ് ആയത്? ബിക്കോസ് പ്രോസ്ട്രേഷൻ എക്സ്ട്രീം ലെവലുള്ള ഒരു മെഡിസിൻ ആണ്. ഒട്ടും എഴുന്നേക്കാനേ വയ്യ, ഒരു കിടപ്പ് കിടക്കും, എവിടെയെങ്കിലും നോക്കിക്കൊണ്ടൊക്കെ കിടക്കും, അല്ലെ ഒരു ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും, അങ്ങനെ കിടക്കും, ഒരേ കിടപ്പ് കിടക്കും, പെട്ടെന്ന് തന്നെ റെഡിയായി ചിലപ്പം ഭയങ്കര ഇതായിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഷീസ് എ ചില്ലി പേഷ്യന്റ് ആണ്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഏകദേശം ഒത്ത് ഒരുവിധം സെറ്റായി വന്നൊരു മെഡിസിനാണ് സെപ്പിയ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ മെഡിസിൻ സെപ്പിയ കൊടുത്തപ്പോൾ ഉണ്ടായ എഫക്റ്റ് അതിനും കൂടെ ഞാൻ പറയാം. എനിക്ക് ഇത്രയും എന്താ പറയുന്നത്, സിമിലിമോ അങ്ങ് കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നിപ്പോയൊരു മരുന്നായിരുന്നു. എന്നാലും ഞാൻ പൊതുവേ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എനിക്ക് 200 കൂടുതൽ കൊടുക്കാൻ വലിയ ധൈര്യമില്ല. എന്നാലും ഞാൻ കൊടുത്തു. സെപ്പിയ 10 ആണ് ഞാൻ കൊടുത്തൊരു ഡോസ്. ഒരു ഡോസ് സെപ്പിയ 10 കൊടുത്തപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് പുള്ളിക്കാരത്തിന്റെ ഒരു 4 മാസമായിട്ട് സപ്രസ്ഡ് ആയിട്ടിരുന്ന മെൻസസ് വന്നു, ഹെവി ബ്ലീഡിങ് ആയി. എൻ്റെ ഈ ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂട്രൈൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഷീസ് ഹാവിങ് എ ഫൈബ്രോയിഡും. പക്ഷേ ഇത് ചെയ്തപ്പോൾ നമ്മുടെ ഈ സെപ്പിയ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റൽ സിംറ്റം ഭയങ്കരമായിട്ട് ഈ കൊച്ചിന് ഹസ്ബൻഡിനോടുള്ള വെറുപ്പ് മാറി, കുറേ വെറുപ്പ് അങ്ങ് മാറി. ഭയങ്കര ഫ്രണ്ട്ലി ഒന്നും ആയില്ലെങ്കിലും ഷീ സ്റ്റാർട്ടഡ് ഗീവിങ് എന്താണ് ചായയൊക്കെ കൊടുക്കാൻ തുടങ്ങി, റൂമിൽ ചെന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി, അങ്ങനെ കുറെ. പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് നിർത്തി, ഹസ്ബൻഡിന്റെ കൂടെ സെക്കൻഡ് ടൈം ഈ മെഡിസിൻ കൊടുത്തതിന് ശേഷം ഷീ കെയിം വിത്ത് ഹസ്ബൻഡിന്റെ കൂടെ അയാളുടെ കാറിലായി. മറ്റേത് ഇവര് തന്നെ ഡ്രൈവ് ചെയ്യത്തുള്ളൂ. പിന്നെ പുള്ളിക്ക് വേണമെങ്കിൽ കാറിൽ കയറാം. അങ്ങനെ എന്തൊക്കെയോ ഇവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അത്രയും ചേഞ്ചസ് അവരിൽ വരാൻ തുടങ്ങി. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഈ മൂത്ത മകനെ ഇവര് ഫോണേ വിളിക്കൂലായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടെലിഫോണിങ് ദ എൽഡർ സണ്ണിനെ ഇങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ നിനക്ക് ജോലി കറക്റ്റ് ആയിട്ടാ, ഈ പയ്യൻ എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ള ഫീലിംഗ് ഉള്ള പയ്യനാണ്. അപ്പം നീ ജോലി സ്ഥിരമായിട്ടൊരു ജോലി മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണം കഴിപ്പിക്കാം എന്ന് പറയുകയും അവനെ ഇന്ന് കെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറെ ചേഞ്ചസ് ഈ കൊച്ചിന് വരാൻ തുടങ്ങി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു എന്താ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ ഒരു ലെയർ ഓപ്പൺ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ഇതിനി എങ്ങോട്ട് പോകും? ചിലപ്പോൾ മെഡിസിൻ നമുക്ക് മാറാം, അല്ലെങ്കിൽ ചിലപ്പം പവർ കുറച്ച് നോക്കാം, പവർ കൂട്ടി നോക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ബാക്കി ഫോളോ അപ്പ് വരുന്നതനുസരിച്ച് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊടുത്ത്, നമ്മൾ ഓർഗനോണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഡിസ്ചാർജ് വരുവാണെങ്കിൽ ഡാം ഷുവർ നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആണ്. കാരണം വെച്ചാൽ അത് ബ്രെയിനിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അതിനകത്തൊരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഞാൻ കണ്ട ഭയങ്കര ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെങ്കൊച്ച് എന്നോട് പറഞ്ഞു വെച്ചാൽ, മേഡം എനിക്ക് പിന്നെ മെയിൽസിന്റെ സ്മെല്ല് ഭയങ്കര എനിക്ക് ഇഷ്ടമല്ല, ആണുങ്ങളുടെ ഒരു ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ സഫക്കേഷൻ ആണ്, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഷീ സ്റ്റാർട്ടഡ് കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു പെണ്ണിഷ് ക്യാരക്ടർ വരാൻ തുടങ്ങി. ഞാൻ ആദ്യം ആ കൊച്ചിനെ കാണുമ്പോൾ ഷീസ് എക്സാക്ട്ലി എ മെയിൽ. എനിക്ക് പറ്റത്തില്ല, ഞാനിത് ചെയ്യത്തില്ല, എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഷീ സ്റ്റാർട്ട് ഒരു ബയബിൾ എന്താ പറയുന്ന ഒരു പെണ്ണിഷ് ക്യാരക്ടറെ കൊച്ചിന് വരാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു 2-3 സിറ്റിംഗ് ആയപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം ഈ ഒരു കേസ് എന്ന് പറയുന്നത്, ഇത് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുന്ന ഒരു ഹാപ്പിനെസ് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് ഒറ്റ മെഡിസിനകത്ത് എനിക്ക് കൊടുക്കുമ്പോൾ സാധാരണ ഒരു മെഡിസിനകത്ത് ഇത്രയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത്രയും നല്ലൊരു ഇത് കിട്ടിയ ഒരു കേസ് ഇല്ല. അത്രയ്ക്ക് സന്തോഷം കിട്ടിയ ഒരു കേസായിരുന്നു. അപ്പൊ ഷീസ് നൗ ഓൾസോ അണ്ടർ മൈ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മളിങ്ങനെ ബാക്കി ഫൈബ്രോയിഡിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ദിസ് വാസ് എ കേസ് പ്രസന്റേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ 2-3 മെഡിസിൻസുമായിട്ട് നമുക്ക് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയി, ഇപ്പൊ കൊച്ചിലെ തന്നെ വാസ് എ സാൻഡ്വിച്ച് ചൈൽഡ്, ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയി, അങ്ങനെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇഫ് ഇറ്റ് ഇസ് എ നാട്രമൂർ, അത് നാട്രമൂർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നാട്രമൂർ ആണെങ്കിൽ എങ്ങനെയായിരിക്കുന്നത്? ഷീ വിൽ ട്രൈ ടു മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് എ പേഴ്സൺ അറ്റ് എന്താണ് ഒരു അഡോളസൻ ഏജിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് തന്നെ വേണം, അത് നല്ലതാണേലും ചീത്തയാണേലും അതിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ബോൾഡായിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കും. അതായിരിക്കും നാട്രമൂറിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് ഇഗ്നേഷ്യ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇഗ്നേഷ്യ ആണെങ്കിൽ വയലന്റ് ആവും. സെപ്പിയെ പോലെ അതിന്റെ ഇരട്ടി വയലന്റ് ആവുന്ന മെഡിസിൻ തന്നെയാണ് ഇഗ്നേഷ്യ. പക്ഷെ ഇഗ്നേഷ്യ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇഗ്നേഷ്യക്കാണെങ്കിൽ ഈ പറഞ്ഞൊരു അവസ്ഥയിൽ നിന്ന് ഒരു എന്താ പറയുന്ന ഒരു ചേഞ്ചബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിങ്ങനല്ല, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഇഗ്നേഷ്യ ആണെങ്കിൽ ഇപ്പൊ വയലന്റ് ആയി, അത് കഴിഞ്ഞ് പിന്നെ ഷീ വിൽ കം ബാക്ക് ടു ദ നോർമൽസ്. ഇതങ്ങനല്ല, ഇത് കോൺസ്റ്റന്റ് ഷീസ് ഓൺ ദ സ്റ്റേറ്റസ് സ്റ്റാറ്റസ്. അതുപോലെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറയുന്നത്, മക്കളുടെ കൂടെയുള്ള ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ടൈം കുക്കിംഗ് എൻജോയ് ചെയ്യാൻ ഒന്നും ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയോ ജീവിച്ചങ്ങ് പോകുന്നു. ആ ഒരു സ്റ്റേറ്റ് ആണ് സെപ്പിയ. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ഒന്ന് ആ കേസ് ഒന്ന് പ്രസന്റ് ചെയ്ത് പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോയിന്റ്സ് ഏകദേശം എനിക്ക് ആ കൊച്ചിൽ കണ്ട പോയിന്റ്സ് എല്ലാം തന്നെ എനിക്ക് പറയാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെ പറ്റി സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കേസിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഡോക്ടർ നിത്യ ഡോക്ടർ ഈ കേസിൽ തന്നെ കുറച്ചുകൂടെ വിശദാംശങ്ങളിലേക്ക് കടക്കും. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർ പറഞ്ഞ ശേഷം നമുക്ക് വിശദാംശങ്ങളിലേക്ക്. നന്ദി ഷൈല ഡോക്ടർ. എന്തായാലും നിത്യ ഡോക്ടർ നമ്മുടെ ഈ സൂമിന്റെ ഒരു നിത്യ കമ്പോണന്റ് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം. മാത്രമല്ല ഡോക്ടർ അതിനകത്ത് എഫർട്ടാണ്, വളരെ ഡെപ്തിലാണ് കാര്യങ്ങൾ കേസ് അനലൈസ് ചെയ്ത് സൈക്കോളജി പഠിച്ചതിന്റെ ആ ഒരു ഗുണം കൂടെയാണ്. ഡോക്ടർ ലാസ്റ്റ് പറയാനുണ്ട് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ, ദ മോസ്റ്റ് വെക്സിംഗ് ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ ഈ പൊട്ടൻസിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ശരിക്കും ഹൈമാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് മുമ്പോട്ട് പോകണം എന്നുള്ളതല്ല, ബാക്ക് കോട്ട് ഷുഡ് ബി ടേക്കൺ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ആലോചിച്ച് എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ ആലോചിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാല്, ഇപ്പം ഹൈപ്പോട്ടൻസി ഒരു കേസിൽ കൊടുത്തിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് റിലീഫ് കിട്ടും അടുത്ത തവണ വരുമ്പോഴത്തേക്ക്. അപ്പൊ എന്താ ചെയ്യുന്നത്? പുറകോട്ട് വേണം. അപ്പൊ 30th കൊടുത്തിട്ട് അദ്ദേഹം 24th 18 അങ്ങനെ പറയുന്നത്, ഈ രീതിയിലാണ് പറയുന്നത്, പുറകോട്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അപ്പൊ അതൊന്നും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ കോംപ്ലിമെന്ററി മെഡിസിൻ ആ രീതിയിലേക്ക് പോവാം. പക്ഷെ നമ്മൾ ഈ ഇത്തരം കേസുകളിൽ ഒരു ശ്രദ്ധിക്കാനുള്ള എനിക്ക് തോന്നുന്ന അടുത്ത കാര്യം വെച്ചാൽ ഈ അഭിനയിക്കാനുള്ള കഴിവ് ഇപ്പൊ വളരെ കൂടുതൽ, പ്രത്യേക സ്ത്രീകൾ. കാരണം അവർ ഈ സീരിയൽ കണ്ടും ഈ ഇതുണ്ടല്ലോ, ഇതുണ്ടല്ലോ ഒരു ടോക്ക് ഉണ്ടല്ലോ, ഈ മൊബൈലിലൊക്കെ ഓരോ എന്തോ ആപ്പ് വെച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അഭിനയിച്ച് കാണിക്കുന്ന പരിപാടിയൊക്കെ. റീൽസ് ആണോ സാറേ? റീൽസ് അല്ല, വേറെ ഒരു വാക്ക് പറയല്ലോ, ടിക്ടോക്ക്. ടിക്ടോക്ക് അല്ല, ഇപ്പൊ അത് പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കിയ മിക്കവാറും ഈ ടിക്ടോക്ക് കൂടുതൽ കാണിക്കുന്ന ആരാണ്? പെണ്ണുങ്ങളാ. അതിന് പ്രധാന കാര്യം ഈശ്വരൻ അവർക്കൊരു കഴിവ് കൊടുത്തത്. അതായത് ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ അങ്ങനെ ഒരുപാട് അഭിനയിക്കണം. പക്ഷെ ഇവര് ഇതെവിടെയാണ് അഭിനയിക്കുന്നത് ഇപ്പൊ അവർക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് കുഴപ്പം. വേണ്ടതിടത്ത് വേണ്ടാത്ത അഭിനയിക്കുകയും സ്വയം കുഴി ചാടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മുടെ മരുന്നുകൾക്ക് അത്ഭുതകരമായിട്ട് മാറ്റം വരുന്നത്, പ്രത്യേകിച്ച് സെപ്പിയ, അതിന് ഗ്രേറ്റ് ഇൻഡിഫറൻസ് എല്ലാവരോടും വളരെ താല്പര്യമായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നന്നായി, അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാൻ മറന്നു ഇരിക്കുകയായിരുന്നു. ഓക്കെ, സാറ് ഭയങ്കര അറ്റംപ്റ്റ് കൊടുക്കുവാണ് ഇത് IFPHന്റെ ആ പ്രോഗ്രാം സക്സസ് ആക്കാൻ. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ ഇതിപ്പോ. അതിനകത്ത് 38 പേര് രജിസ്റ്റർ ആണെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. സന്തോഷം മനോജ് ഡോക്ടറെ. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അന്നത്തെ സെപ്റ്റംബർ 28-നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഡെലിഗേറ്റ് ഫീസ് അടച്ച് എത്രയും വേഗത്തിൽ ആഗസ്റ്റ് 15 മുതൽ 3500 ഇപ്പോൾ 3000 രൂപയാണ്. 3000 രൂപ ഡെലിഗേറ്റ് ഫീ അടച്ച് എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം അവിടെ.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിത്യ ഡോക്ടറിലേക്ക് തന്നെ പോകാം. വേറെ ആരും ഡോക്ടർ ഒരു ഹാൻഡ് കാര്യം റൈസ് കൂടെ ചെയ്ത് പറയാനുണ്ട്. ഇപ്പൊ ഇതിനൊരു കാര്യം നേരത്തെ ഡോക്ടർ A.K. ഗുപ്ത സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആ ഹോമിയോപ്പതി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത് ബൈപ്പാസിന് എന്ത് മാർഗം എന്ന് അദ്ദേഹം പറയുണ്ടായി. ശരിക്കും നമ്മുടെ ഈ ഒരു ഉം, പ്രോഗ്രാം അതിന് ഒരു നല്ല ഉദാഹരണമാണ്. കാരണം കേരളത്തിൽ ഉം. അവൈലബിൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണത്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഹോമിയോപ്പതി പരിപാടി നടത്തുന്ന പറയുമ്പോൾ അതിനെ വിജയിപ്പിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമില്ലേ? അത് നമ്മുടെ തിരിച്ച് റിട്ടേൺ നമുക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാറ്റസ് മാറ്റണം. വളരെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവണം. ഈ ഹൈ പ്രൊഫൈൽ ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ ചത്താലും ചമഞ്ഞു കിടക്കുമെന്ന് പറയും, ആ രീതിയിൽ ഉണ്ടാവണം. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഹോമിയോപ്പതിയുടെ ഗ്രാഫ്റ്റ് മാറുള്ളൂ. അദ്ദേഹം പറയുണ്ടായി, നിത്യ ഡോക്ടർ കേട്ടോന്ന് എനിക്കറിയില്ല. അതായത് പല ആൾക്കാരും വലിയ വലിയ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഈ അവിടെ വന്നിട്ട് ഫീസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്രയും ഫീസ് എന്ന് ചോദിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പേഷ്യന്റ് എത്ര സ്പെഷ്യലിസ്റ്റുകളെ കണ്ടു? 4 or 5 സ്പെഷ്യലിസ്റ്റ് ഇത് വി ആർ അണ്ടർ വൺ അംബ്രല്ല ഹോമിയോപ്പതിയിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് എഫക്റ്റീവ് ആണ്, എക്കണോമിക്കലും ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ പ്രൊഫൈല് മാറ്റാനുള്ള ശ്രമം കൂടിയാണ് IFS നടത്തുന്നത്. ഓക്കെ, സന്തോഷം മനോജ് ഡോക്ടറെ. അപ്പോ മനോജ് ഡോക്ടർ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഹോമിയോപ്പതിയുടെ തന്നെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂയും കൂടാണ്. നമ്മൾ വളരെ നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അത് ഒന്ന് വിജയത്തിൽ എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ക്ലാസ് കേൾക്കാൻ വരുന്ന അതേ ഉത്സാഹത്തിൽ എല്ലാവരും ഈ പ്രോഗ്രാമിലൂടെ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിത്യ ഡോക്ടർക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓക്കെ, ഇനി നമുക്കൊരു 4 മിനിറ്റ് ഒരു 4 മിനിറ്റും കൂടെ ഉള്ളു. അപ്പൊ വേറെ ആരും കൈ പൊക്കാത്ത സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഇതിപ്പോ നമ്മൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ മെഡിസിനിലോട്ട് പോകുമ്പോൾ തന്നെ ഈ മെഡിസിന്റെ ഫാമിലി, അതേപോലെ പ്രൂവിങ്ങില് ഇപ്പൊ ഈ മെഡിസിന്റെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫേസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രൂവിങ്ങിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിംറ്റം, ഒരു ഫേസ് ഉണ്ട്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ് ഇങ്ങനെ കിട്ടും. നമ്മള് ഈ ഫസ്റ്റ് ഫേസ് മാത്രം വെച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു ഫേസിലൂടെ മാത്രം ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ലെയർ മാത്രം വെച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഫിസിക്കൽ സിംറ്റം ചില മെഡിസിൻസിനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്ലാറ്റിന പോലത്തെ മെഡിസിൻസിനകത്ത് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ സിംറ്റം വെച്ചിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നതെങ്കിൽ മൈൻഡിലോട്ട് പോകും. അങ്ങനെ ഒരു പ്രത്യേകത പ്ലാറ്റിനയുടെ അകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതാ ഞാൻ പറഞ്ഞ മെറ്റീരിയൽ പിടിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഇത് ഇത്രയും എഫേർട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ ആ പേഷ്യന്റിന്റെ ഒരു പോയിന്റ് എങ്കിലും വെച്ച് നമുക്ക് ഒരു മെഡിസിനിലോട്ട് എത്താൻ പറ്റും. അത്രയ്ക്ക് കീനോട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ ശരിക്കും റിവൈസ് ചെയ്ത് കീനോട്ടിലുള്ള ഓരോ ലൈനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പിന്നെ സ്റ്റാൾവാർട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ റൈറ്റേഴ്സ് ഉണ്ട്. അവരെ പോലത്തെ ഉള്ള ആൾക്കാർ, ലിപ്പി, അങ്ങനെയുള്ള കുറെ പേരുടെ മെറ്റീരിയൽ പഠിക്കുക പുസ്തകങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ എന്തിനാ വായിക്കുന്നല്ലേ. പക്ഷെ അങ്ങനല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ ഞാൻ ഇന്ന് സെപ്പിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഡയബറ്റീസിന്റെ കേസിനകത്ത് ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഡയബറ്റീസിനകത്ത് നമ്മൾ ചില കേസിനകത്ത് ഈ നമ്മൾ എപ്പോഴും എനിക്ക് കിട്ടാറുള്ള കേസസിനകത്ത് ഡയബറ്റീസിനകത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡയബറ്റീസിനകത്ത് മിക്കവാറും ഈ എന്താണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സിനായിരിക്കും പ്രോബ്ലം കൂടുതലായിട്ട് വരുന്ന ഡയബറ്റീസിനകത്ത്. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പാങ്ക്രിയാസ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. നമ്മൾ അതിന്റെ പാങ്ക്രിയാസിന്റെ വർക്കിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ പാങ്ക്രിയാസിന്റെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പാങ്ക്രിയാസിന്റെ കണ്ടീഷനൊക്കെ എക്സാക്ട്ലി നോർമൽ ആയിരിക്കും. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസപ്റ്റേഴ്സിനകത്താണ് പ്രോബ്ലം വരുന്നത്. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഡോക്ടേഴ്സിന് എല്ലാം അറിയാവുന്നതാണ്. ഇപ്പൊ വയറിനകത്തൊരു പ്രശ്നം വന്നാൽ എന്തുകൊണ്ട് ഹോമിയോപ്പതി സക്സസ്ഫുൾ ആകുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വയറിനൊരു പ്രശ്നം വന്നു, ഗ്യാസ്ട്രൈറ്റിസ് വന്നു, വയറിനൊരു പ്രശ്നം വന്നു, ഇപ്പൊ അൾസർ വന്നു, ഇറിറ്റബിൾ, നമുക്ക് ഏറ്റവും കൂടുതൽ പേര് കിട്ടുന്ന ഒരു കേസാണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBSന്റെ ഒക്കെ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ, എനിക്കൊരു ദന്ത ഡോക്ടർ ഉണ്ട്. എന്റെ ദൈവമേ, IBSന് ഇനി ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല. ഞാൻ ആ കേസ് റിപ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇമാസിയേറ്റഡ് എന്ന് വെച്ചാൽ അവരൊരു പെൻസിലിന്റെ അത്രേ, വെരി ബ്യൂട്ടിഫുൾ ലേഡി, ഹസ്ബൻഡ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഇനി കാണിക്കാൻ ഗാസ്ട്രോ ഡോക്ടേഴ്സിലെ IBS, സഫറിംഗ് ഫ്രം IBS.
പക്ഷെ ആ കേസ് നോക്കിയപ്പം മകന്റെ ഒരു കേസിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. മകന്റെ മകന്റെ ഒരു കേസിനകത്ത് അവർക്ക് ഹസ്ബൻഡ് മാനേജ് ചെയ്യുന്ന ആണുങ്ങളല്ലേ, പുറത്ത് പോകുമ്പോഴത്തേക്ക് ഹാവിങ് സം കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഫീമെയിൽസ് നോ കമ്മ്യൂണിക്കേഷൻ ഇതില്ല. അപ്പം ഈ പയ്യന്റെ ഒരു കേസ് ഇമ്മോറൽ ട്രാഫിക് ഈ ലേഡിക്ക് അറിയാം, അമ്മയ്ക്ക് അറിയാം. അപ്പം ആ ഒരു കേസിനകത്ത് വേറൊരു ലേഡിക്കകത്ത് ഒരു കുഞ്ഞുണ്ട് ഈ മകന്. ആൻഡ് ആ മകൻ മാരീഡ് അല്ല. ഷീ സ്ട്രഗ്ലിംഗ് വിത്ത് സൺസ് ഫാമിലിയുടെ ആ പ്രോബ്ലം ഓർത്തിട്ട് അവർ സ്ട്രഗിൾ ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് IBS വന്നിരിക്കുന്നത്. അപ്പം ആ ഇമോഷനെ കവർ ചെയ്തുള്ള ഒരു മെഡിസിൻ കൊടുത്തപ്പം സിംറ്റംസ് സബ്സൈഡഡ്, ഡയറിയ പതുക്കെ കുറയാൻ തുടങ്ങി, വയറുവേദന കുറയാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ നിൽക്കാൻ തുടങ്ങി. ഷീ വാസ് കമ്മിങ് ബാക്ക് ടു നോർമൽ. അപ്പൊ ആ ഒരു ഷോക്കാണ് അവരുടെ പ്രശ്നമായത്. അപ്പൊ ഇതുപോലത്തെ മെഡിസിൻസ് എന്തുകൊണ്ട് ഹോമിയോപ്പതി സക്സസ്ഫുൾ ആകുന്നുള്ളതിന്റെ റീസൺ അതാണ്. വൈ? ബിക്കോസ് മനസ്സെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഉണ്ട്. മനസ്സുണ്ട്. എവിടെ? വേർ ഈസ് മൈൻഡ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് അറ്റ് സിറ്റുവേറ്റഡ് ഓൺ ദ ഹൈപ്പോതലാമസിന്റെ താഴെയായിട്ട് സിറ്റുവേറ്റിരിക്കുന്ന ഒരു കൂട്ടം ന്യൂറോൺസ് ആണെന്നാണ് ഫൈനൽ കണ്ടുപിടുത്തം. അപ്പം നമ്മുടെ ബാക്കി ന്യൂറോൺസ് എല്ലാം അവിടെ തലച്ചോറിൽ തന്നെ. അപ്പൊ നമ്മളുടെ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ എവിടെ ആക്ട് ചെയ്യുന്നത്? തലച്ചോറി ആക്ട് ചെയ്താൽ മതി. ബിക്കോസ് ബട്ടൺ ഞെക്കുമ്പോൾ ലൈറ്റ് കത്തും. ലൈറ്റിന്റെ അവിടെ പോയി ഞെക്കേണ്ട കാര്യമില്ല, ബട്ടണിൽ ഞെക്കിയാൽ മതി. ബട്ടണാണ് തലച്ചോറ്. തലച്ചോറിലാണ് നമ്മുടെ മെഡിസിൻസ് കൂടുതലും ആക്ട് ചെയ്യുന്നത്. ആക്ട് അപ്പോൺ ദ ന്യൂറോൺസ്. ന്യൂറോണിക് സെൽസിലാണ് കൂടുതൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ആ സെന്റർ എവിടാണോ ആ സെന്റർ വർക്ക് ചെയ്യും, വിൽ കം ബാക്ക് ടു നോർമൽ. പക്ഷെ എല്ലാ കേസിലും ഹോമിയോപ്പതി വർക്ക് ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല. ഡോക്ടറെ എന്തുകൊണ്ടാണ്? നമ്മളെ സമയം. ഓക്കെ സമയം വൈൻഡ് ഓക്കെ. അപ്പ് ചെയ്യാനുള്ള അപ്പൊ സമയമായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ആ പോയിന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ? താങ്ക് യു. പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഡോക്ടർ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വളരെ ഡോക്ടർ വീഡിയോ ഓഫായി പോയോ? ഓക്കെ. പറഞ്ഞതുപോലെ തന്നെ ഇന്നും വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു. അത് ഏകദേശം നമുക്ക് ഒരു എന്താണ് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ വേണ്ടി വന്നു ആ കഥ കംപ്ലീറ്റ് ആക്കാൻ. വളരെ എത്ര നന്നായിട്ടാണ് ഡോക്ടർ വിശദമായിട്ട് ആ കഥ കംപ്ലീറ്റ് ചെയ്തത്. ഇത്രയും മനോഹരമായിട്ടൊരു കഥ പോലെ ഒരു മെഡിസിനെ നമുക്ക് പറഞ്ഞു തന്ന നിത്യ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മനോജ് ഡോക്ടർ ക്ഷണിക്കും. നന്ദി. തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അതായത് അതിനെതിരെയൊക്കെ പേപ്പറാക്കി മാറ്റുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വലിയൊരു നല്ല ആ ഒരു ടാലന്റ് ഉണ്ട് ഡോക്ടർ. പ്രത്യേകിച്ച് ആലോചിക്കുക എന്നുള്ള ഒരു പേന എടുത്ത് പേപ്പറിലൊക്കെ എഴുതി അങ്ങ് പോവുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ലൊരു പബ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത നിത്യ ഡോക്ടർക്കും മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും IFHന്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. അങ്ങനെ ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കും. നമസ്കാരം. താങ്ക് യു.